ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിംനോസ്പേംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ, മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ HSST ബോട്ടണി റിവിഷൻ സീരീസ്, അതായത് സിലബസിലെ എല്ലാ ടോപ്പിക്കുകളുടെയും റിവിഷൻ സീരീസ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് HSST ബോട്ടണി NCERT പാഠഭാഗങ്ങളുടെ MCQ നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് HSST ബോട്ടണി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കേട്ടറ്റുകാർക്കും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നമ്മളിത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് HSST ബോട്ടണി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ NCERT MCQ എന്നുള്ള സീരീസ് സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിന്, സ്കൂൾ സ്റ്റുഡൻസിനും HSST സ്കൂൾ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ജിംനോസ്പേമിലുള്ള ചോദ്യങ്ങളാണ്. ഇന്നത്തെ ജിംനോസ്പേമിൻ്റെ സെഷനിൽ സാധാരണ നമ്മൾ പറയാറ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇന്നത്തെ സീരീസിലെ ബേസിക് ക്വസ്റ്റ്യൻസും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവാം എന്നുള്ളൊരു രീതിയിൽ. ഓക്കെ, അപ്പം ഇത് യൂസ്ഫുൾ ആവും, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം. അതുപോലെ കമൻറ്റും ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പറയാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ടേം ജിംനോസ്പേം റെഫേഴ്സ് ടു ഏതാണ്? ഓപ്ഷൻ ബി, നേക്കഡ് സീഡ്സ്. അടുത്ത ചോദ്യം: വിച്ച് ഗ്രൂപ്പ് ഓഫ് ജിംനോസ്പേം ഹാവ് palm like appearance? Which group of gymnosperm have palm like appearance? ഏതിനാണ്? The answer is Psychedopsida, option C. അടുത്തത്: coralloid roots with nitrogen fixing cyanobacteria are found in option B, Psychus. അടുത്ത ചോദ്യം: in gymnosperm vascular bundles are generally open, option B. Companion cells are absent in gymnosperms except option C, neatum. Which gymnosperm shows vessels in xylem? The answer is option C, neatum. അടുത്തത്: male gametophyte in gymnosperm is option B, pollen grain. അടുത്ത ചോദ്യം: pollination in gymnosperm is mainly anemophily, option C. In gymnosperm fertilization is option C, single. അടുത്തത്: archegonia are absent in neatum, option C. അടുത്തത്: Psychus is option B, dioecious. Motile sperms are found in option C, Psychus. Leaves of conifers are generally needle-like. Resin canals are characteristics of option B, Pinus. അടുത്തത്: which gymnosperm resembles angiosperm? The answer is neatum, option C. Double fertilization is reported in neatum, option C. Turpentine is obtained from option B, Pinus. Ephedrine drug is obtained from ephedrine എന്നുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ephedrine is obtained from ephedra. അടുത്തത്: sago is obtained from option B, Psychus. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. sago is obtained from option B, Psychus. അടുത്തത്: gymnosperms are important for ഏതാണ്? all of the above ആണ് ആൻസർ വരിക. അതായത് ടിമ്പറിന് യൂസ് ചെയ്യുന്നുണ്ട്, റെസിൻസ്, പേപ്പർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ജിംനോസ്പേംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇനി നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്:
എസേർഷനും റീസണും കൊടുത്തിട്ടുണ്ട്. എസേർഷൻ എന്ന് പറയുന്നത് ജിംനോസ്പേംസ് ലാക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ജിംനോസ്പേം ലാക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ. റീസൺ കൊടുത്തിട്ടുള്ളത് they do not form endosperm after fertilization. They do not form endosperm after fertilization. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ നോട്ട് എക്സ്പ്ലനേഷൻ. ഓക്കെ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ നോട്ട് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നീറ്റം ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, നീറ്റം ഷോസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ലൈക്ക് ഈവൻ ബട്ട് നോ ട്രൂ എൻഡോസ്പേം. പക്ഷേ ട്രൂ ആയിട്ടുള്ള ഒരു എൻഡോസ്പേം നീറ്റം കാണിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ ഇതാണ്. വെസൽസ് ആർ ജനറലി ആബ്സെന്റ് ഇൻ ജിംനോസ്പേം. റീസൺ കൊടുത്തിട്ടുള്ളത് ട്രക്കീഡ്സ് പെർഫോം ബോത്ത് കണ്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് ട്രൂ ആണ്. അതിൽ ആർ എക്സ്പ്ലെയിൻ എ. ഓക്കെ, റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വെസൽസ് ആർ ജനറലി ആബ്സെന്റ് ഇൻ ജിംനോസ്പേം ശരിയാണ്. ട്രക്കീഡ്സ് പെർഫോം ബോത്ത് കണ്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് അതും ശരിയാണ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പറയുന്നത് സൈക്കസ് ഹാസ് കൊറലോയിഡ് റൂട്ട് വിത്ത് സൈനോബാക്ടീരിയ. അടുത്തത് പൈനസ് ഹാസ് വെസൽസ് ഇൻ സൈലം. അടുത്തത് നീറ്റം ഹാസ് കമ്പാനിയൻ സെൽസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എഫിഡ്ര പ്രൊഡ്യൂസസ് എഫിഡ്രിൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്? ഈ 4 സ്റ്റേറ്റ്മെന്റിലും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻ എ 1, 3 and 4. 1 സൈക്കസ് ഹാസ് കൊറലോയിഡ് റൂട്ട് വിത്ത് സൈനോബാക്ടീരിയ, അത് ശരിയാണ്. പിന്നെ എന്താ പറയുന്നത്? നീറ്റം ഹാസ് കമ്പാനിയൻ സെൽസ് ശരിയാണ്. 4 എഫിഡ്ര പ്രൊഡ്യൂസ് എഫിഡ്രിൻ, അതും ശരിയാണ്. ഓക്കെ, അടുത്തത് വിച്ച് കോമ്പിനേഷൻ ഈസ് റോങ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയുന്നത്. അപ്പോൾ റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നീറ്റം ആർക്കിഗോണിയ എന്നുള്ളതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ളതെല്ലാം ട്രൂ ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നിങ്ങളൊന്ന് പോസ് ചെയ്ത് കണ്ടുപിടിച്ചേ. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ദി ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. അതായത് സൈക്കസ് എന്നുള്ളത് മോട്ടൈൽ സ്പേം ആണ്. പൈനസിന്റെ കൊടുത്തിട്ടുള്ളത് നീഡിൽ ലീവ്സ് ആണ്. എഫിഡ്രിൻ, നീറ്റം വെസൽസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് കുറച്ച് കോൺസെപ്റ്റൽ ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ജിംനോസ്പേം ഷോസ് ഹാപ്ലോയിഡ് എൻഡോസ്പേം ഫോംഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. Which gymnosperm shows haploid endosperm formed before fertilization? The answer is option D, all gymnosperms. അതായത് പൈനസും സൈക്കസും നീറ്റും ഇതിന് ആൻസർ ആണ്. അടുത്തത് ഇൻ പൈനസ് ദി ഒവ്യൂൾ ഈസ്. പൈനസിന്റെ ഒവ്യൂൾ എങ്ങനെയാണ്? ഓപ്ഷൻ ബി യൂണിടെക്മിക് ആൻഡ് ഓർത്തോട്രോപ്പസ്. അടുത്തത് വിച്ച് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ജിംനോസ്പേമിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ ബി ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ വിത്ത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നുള്ളതാണ് ആൻസർ അല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ജിംനോസ്പേം ഡെവലപ്ഡ് ഫ്രം ഓപ്ഷൻ ബി മെഗാസ്പോർ. അടുത്തത് നമ്പർ ഓഫ് ആർക്കിഗോണിയ ഇൻ ജിംനോസ്പേം. അതിന്റെ ആൻസർ ഏത് വരും? അത് വേരിയബിൾ ആയിരിക്കും അല്ലേ? സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അടുത്തത് ഇൻ സൈക്കസ് ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ മോട്ടൈൽ സ്പേം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം വിച്ച് സ്ട്രക്ചർ ഹെൽപ്സ് റെഡ്യൂസ് വാട്ടർ ലോസ് ഇൻ കോണിഫേഴ്സിൽ വാട്ടർ ലോസിനെ റെഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നീഡിൽ ലീവ്സ്. അടുത്തത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ ബി പൈനസ്. അടുത്തത് വിച്ച് ജിംനോസ്പേം ഈസ് ക്ലോസസ്റ്റ് ടു ആൻജിയോസ്പേം എവല്യൂഷണറി. ഏതാണ് അത് വരുന്നത്? ഓപ്ഷൻ സി നീറ്റം. Which feature supports angiosperm affinity of Needham? The answer is option B, presence of vessels. അടുത്തത്
വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സൈക്കസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സൈക്കസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി കൊറലോയിഡ് റൂട്ട് പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഒവ്യൂൾസ് അറേഞ്ച്ഡ് ഇൻ കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി മോട്ടൈൽ സ്പേംസ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഒവ്യൂൾസ് അറേഞ്ച്ഡ് ഇൻ കോൺസ്. ദി കറക്റ്റ് സീക്വൻസ് ഇൻ ലൈഫ് സൈക്കിൾ. സെലക്ട് ദി കറക്റ്റ് സീക്വൻസ് ഇൻ ലൈഫ് സൈക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി സ്പോറോഫൈറ്റ്, ഗാമേറ്റ്, സൈഗോട്ട്, സ്പോറോഫൈറ്റ്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പം ഇത്രയാണ് ജിംനോസ്പേമിലുള്ള ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പൈനസിൻ്റെ അനാട്ടമി, അതിൽ റെസിൻ കനാൽ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ ഡിഫ്റ്റി ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നീറ്റത്തിലെ എക്കണോമിക് യൂസസ് ആയിട്ടുള്ള എഫിഡ്രിൻ, ടെർപെൻറ്റൈൻ, സാഗോ, ഇതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ സൈക്കസിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള മോട്ടൈൽ സ്പേം, പിന്നെ അതിന് കോണില്ല എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നീറ്റത്തിൻ്റെയും ആൻജിയോസ്പേമിൻ്റെയും സിമിലാരിറ്റീസ്, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജിംനോസ്പേം എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എല്ലാ സോഴ്സസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ NCERT പക്കയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് NCERT സീരീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.